അങ്ങനെ കുട്ടിക്കാനത്ത് നിന്ന് പരുന്തുംപാറയിലേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്തു. കുട്ടിക്കാനം ടൗണും കഴിഞ്ഞ് നേരെ പീരുമേടിലോട്ട്. കാലാവസ്ഥ ചെറിയൊരു മാറ്റമൊക്കെ വന്നിട്ടുണ്ട്, മഴയൊക്കെ അങ്ങ് മാറി. മുന്നോട്ട് ചെന്നപ്പം വഴിയരികി പോലീസിന്റെ ചെക്കിങ്. അത് കണ്ട ഉടനെ നമ്മുടെ സൽമാൻ ക്യാമറ എടുത്ത് അകത്തോട്ട് വെച്ചു. എന്ത് കാരണം കൊണ്ടാണ് ഇവൻ ക്യാമറ മാറ്റിയതെന്ന് ഞങ്ങൾക്കറിയില്ല. അങ്ങനെ ആ ചെക്കിങ്ങിന്റെ സ്ഥലമെല്ലാം കഴിഞ്ഞ് നേരെ പീരുമേട് ടൗണും കഴിഞ്ഞു. ഇവിടെ നിന്ന് ഇനി നേരെ നമ്മൾ പരുന്തുംപാറയ്ക്കുള്ള റോഡിലോട്ട് കയറുവാണ്. മഴ പെയ്ത് മാറിയ ലക്ഷണമാണ് എന്തായാലും. ഇനി മുന്നോട്ട് ചെല്ലുമ്പോൾ മഴ പെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ നേരെ ഇതേ പരുന്തുംപാറ പാസ് എടുക്കുന്ന സ്ഥലത്തെത്തി. ₹20 കൊടുത്തു പാസ് എടുത്തതിന് ശേഷം വണ്ടി മുന്നോട്ടെടുത്തു. കുട്ടിക്കാനത്ത് നിന്ന് പരുന്തുംപാറ വരെ വരുന്ന വഴിക്ക് എന്തായാലും മഴ കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. എന്തായാലും ഇവിടുത്തെ കാലാവസ്ഥ അടിപൊളിയായിരുന്നു. ചുറ്റും മഞ്ഞ്, നല്ല തണുപ്പുമുണ്ട്. ഇനിയിപ്പോൾ വണ്ടി ഏതെങ്കിലും ഒരു നല്ല സൈഡ് നോക്കി ഒതുക്കിയിടാം, എന്നിട്ട് അവിടെ കുറച്ചു നേരം ഇരിക്കാന്നുള്ള പ്ലാനിലാണ് മുന്നോട്ട് പോകുന്നത്. സാധാരണയായി ഞങ്ങൾ പരുന്തുംപാറയിൽ വരുമ്പോൾ ഏകദേശം നല്ല തിരക്ക് തന്നെയാണ് ഇവിടെ അനുഭവപ്പെടാറുള്ളത്. എന്തായാലും ഈ പ്രാവശ്യം വന്നിട്ട് അധികം തിരക്കൊന്നും കാണുന്നില്ല. വണ്ടികളുടെ എണ്ണവും കുറവാണ്. പൊതുവെ എല്ലാ ഞായറാഴ്ചകളിലും പരുന്തുംപാറയിൽ നല്ല തിരക്കാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ഇന്ന് എന്താണെന്നറിയില്ല, തിരക്ക് വളരെ കുറവാണ്. ഞങ്ങൾ തൊട്ടടുത്ത് വണ്ടി ഒതുക്കാൻ പറ്റിയൊരു സ്പോട്ട് നോക്കി മുന്നോട്ട് പോയി. നല്ലൊരു സ്ഥലം കിട്ടി, അവിടെ വണ്ടി ഒതുക്കി. ഇവിടെ നിന്നുള്ള കാഴ്ച ഒരു രക്ഷയുമില്ലായിരുന്നു. എവിടെ നോക്കിയാലും പച്ച പുതച്ച് കിടക്കുന്ന ഒരു പ്രകൃതി തന്നെ. എന്തായാലും കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കോട ഇറങ്ങി, നല്ല തണുപ്പും ഒരു രക്ഷയുമില്ലാത്ത ക്ലൈമറ്റ്, അതുപോലെ തന്നെ കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളും. എന്തായാലും ഞങ്ങൾ അവിടെ കുറെ നേരം നിന്നു. അപ്പോൾ ഇതേ കൂടെയുള്ള ഇക്കാമോൻ ഒരു സ്ഥലത്തോട്ട് ഇറങ്ങി നടക്കുന്നു. അവന്റെ പുറകെ പിടിച്ചു. അവനും ആ മലനിരകൾ കാണാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. അങ്ങനെ അവിടെ നിന്ന് ആ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിച്ചതിന് ശേഷം കൂടെയുള്ളവന്മാരെ തൊട്ട് ഓപ്പോസിറ്റ് ഉള്ള ഒരു സ്ഥലത്തേക്ക് നടന്നു. ഞങ്ങളും പിറകെ അങ്ങോട്ട് പോയി. എന്തായാലും കൊള്ളാം. പരുന്തുംപാറയുടെ ഒരു വശങ്ങളിലെ കാഴ്ചയാണിത്. എന്തായാലും കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നുണ്ട്. മഴ പെയ്യാനുള്ള ചാൻസും കാണുന്നുണ്ട്. നല്ല തണുപ്പും നല്ല മഞ്ഞും. സുഹൃത്തുക്കളെ, ഈ മലനിരകൾ കണ്ടിട്ട് നമ്മൾ എങ്ങനെയാണ് കാണാതെ പോകുന്നത്? എത്ര സുന്ദരമാണ് സുഹൃത്തുക്കളെ ഓരോ നിമിഷവും. സുഹൃത്തുക്കളെ, അങ്ങോട്ട് നോക്കൂ. അവിടെ എന്താണ് കാണുന്നത്? അവിടെ ഒരു ബസ്. ഇവിടെ എന്താണ് കാണുന്നത് സുഹൃത്തുക്കളെ? സുഹൃത്തുക്കളെ, കാടിന്റെ 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 എന്താ പറ കാടിന്റെ 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 ചെല്ലേ ഇല്ല, നിനക്ക് നടക്കുന്നില്ല. വിറയ്ക്കുന്നല്ലേ? അപ്പോ വിറയ്ക്കുന്ന ചൂട്, ചൂട് ഭയങ്കര ചൂടുള്ള. ഓ, എന്നാ ചൂട്! പല്ലൊരുമിച്ച് പിടിപ്പിക്കും. ഓഹോ, ചൂട് 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 ചൂട്. താങ്കൾക്ക് എന്താണ് ഒരു വികാരമില്ലാത്ത ജീവി. വ്ളോഗർ ചാക്കോറ്റിയെ പറ്റി 2 വാക്ക്. ഫേമസ് ആയില്ലേ താങ്കൾ? ചുളുവിൽ ഒരു ഫെയിം ആയില്ലേ? ഫേമസ് അല്ല, അല്ലല്ല, സെലിബ്രിറ്റി ആയി. ഈ കണ്ണാടി തല വെച്ചോണ്ട് അറിയാം, സെലിബ്രിറ്റി ആയി. അങ്ങനെ തൊട്ടടുത്തുള്ളൊരു ചായക്കടയിലേക്ക് ഇക്കാമോനും ഇച്ചാപ്പനും നടന്നു പോകുന്നുണ്ട്. ഞങ്ങൾ ആ സമയത്ത് ആ പരുന്തുംപാറയുടെ പ്രകൃതി ഭംഗി ആസ്വദിച്ച് അങ്ങനെ നിന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ഇതേ ഇക്കാമോൻ നമുക്ക് ചായയുമായിട്ട് വരുന്നു. പക്ഷെ എനിക്കവൻ തന്നില്ല. ഞാൻ അവിടെ പോയി എടുക്കേണ്ടി വന്നു. ചായക്കട കണ്ടാൽ പിന്നെ ടീംസ് എല്ലാം അവിടെ തന്നെ ആയിരിക്കും. അത് കൂടുതൽ പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചായ എടുത്ത് മുന്നോട്ട് ഞാൻ നടന്നു. അപ്പോഴത്തേക്കും സൽമാൻ ഇതേ ക്യാമറയുടെ മുന്നിൽ വന്ന് ജീവിച്ച് കാണിക്കുന്നുണ്ട്. അങ്ങനെ മഞ്ഞും തണുപ്പും എല്ലാം ആസ്വദിച്ച് ആ കടയുടെ ഫ്രണ്ടിൽ ഇരുന്നും മാറി നിന്നൊക്കെ ഞങ്ങൾ ചായ കുടിച്ചു. അതിനുശേഷം പതിയെ ഇറങ്ങി നടക്കാൻ നോർത്തു. സകിലിനോട് പറഞ്ഞു, നീ വണ്ടിയുമായിട്ട് പതിയെ പോരെ, ഞങ്ങൾ മുന്നോട്ട് നടക്കുവാന്ന്. പറഞ്ഞു തീർന്നില്ല. ഇക്കാമോനും ഇച്ചാപ്പനും മുന്നോട്ട് നടന്നു. പിന്നീട് ഇതേ മഴയും പെയ്യാൻ തുടങ്ങി. സകില് പെട്ടെന്ന് വണ്ടിയുമായിട്ട് വന്നു. ഞങ്ങളെല്ലാം വണ്ടിയിലേക്ക് ചാടിക്കേറി. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടിയിൽ കയറി വണ്ടി മുന്നോട്ടെടുത്തപ്പോഴത്തേക്ക് ഇതേ മഴ പോയി. ചെറുതായി ഒന്ന് മഴ പെയ്തുകൊണ്ടായിരിക്കും കോട പിന്നെയും കൂടിയിട്ടുണ്ട്. എന്തായാലും ഞങ്ങൾ നേരെ വണ്ടി തിരിച്ചു. ഫുള്ള് കോടയും മഞ്ഞും തണുപ്പുമുള്ള ഒരു കാലാവസ്ഥ തന്നെ. അങ്ങനെ ഞങ്ങൾ പരുന്തുംപാറയിൽ നിന്ന് ആ പാസ് എടുത്ത ഗേറ്റ് കഴിഞ്ഞ് സ്വല്പം മുന്നോട്ട് ചെന്നപ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡിൽ ഇതേ സിപ്പ് ലൈൻ്റെ പരിപാടി. എന്നാൽ പിന്നെ അവിടെ ഇറങ്ങി അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പഠിച്ചിട്ട് അതിലൊന്ന് കയറിയിട്ട് പോയേക്കാന്ന് ഓർത്തു.